എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. മറ്റൊന്നും പറയാനില്ല. 8 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എല്ലാവരും സുരക്ഷിതരായി തുടരുക, അതിനുവേണ്ടി ശ്രമിക്കുക, അധികൃതർ നൽകുന്ന മുന്നറിയിപ്പുകൾ പാലിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അതിലെല്ലാവർക്കും ജാഗ്രതയുണ്ടാകട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. നമുക്ക് വിശദമായി മഴയുമായി ബന്ധപ്പെട്ട, കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ, മുന്നൊരുക്കങ്ങൾ ഒക്കെ നോക്കാം. മറ്റു വാർത്തകളും നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 8 ജില്ലകളിൽ റെഡ് അലർട്ടാണ്. മലയോര മേഖലകളിലും നദിക്കരകളിലും താമസിക്കുന്നവർക്ക് ദുരന്ത നിവാരണ അതോറിറ്റി അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്ക സാധ്യതയുള്ള മേഖലകളിലുള്ളവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതാണ്. നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. ഏറ്റവും സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറി താമസിക്കുക. ഒരു ഭാഗ്യപരീക്ഷണത്തിനുള്ള അവസരമായി ഇതിനെ കാണരുത്. ചെറിയ ബുദ്ധിമുട്ടുകൾ സഹിച്ചാണെങ്കിലും സുരക്ഷിത ഇടങ്ങളിൽ ഈ സമയം കഴിച്ചുകൂട്ടുക എന്നത് മാത്രമേ നമുക്ക് ചെയ്യാനാകൂ. അനാവശ്യ യാത്രകൾ ഒഴിവാക്കിയും വെള്ളക്കെട്ടിൽ ഇറങ്ങാതെയും ഒക്കെ നമുക്ക് ഓരോരുത്തർക്കും ജാഗ്രതയോടെ ഈ പെരുമഴ പെയ്ത്തിനെ, ദുരന്ത സമയത്തെ മറികടക്കാം. എന്തൊക്കെയാണ് ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നടന്നതെന്ന് നോക്കിയാൽ, സംസ്ഥാനത്ത് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന മുന്നറിയിപ്പ് പ്രകാരം വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും, അതിശക്തമായ മഴ തുടരും എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 24 മണിക്കൂറിൽ 204.4 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. 8 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് റെഡ് അലർട്ട് നിലവിലുള്ളത്. ഇതോടൊപ്പം ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും ശക്തമായ മഴ ലഭിച്ചപ്പോൾ പോലും ഓറഞ്ച് അലർട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓറഞ്ച് അലർട്ടാണ്, അതിതീവ്ര മഴ ഉണ്ടാകില്ല എന്ന ഒരു മനോഭാവത്തിൽ ആ അലർട്ടിനെ കാണേണ്ടതില്ല. അപ്പോൾ ഈ ജില്ലകളിലുള്ളവരും അതീവ ജാഗ്രത പുലർത്തേണ്ടുന്ന സമയമാണ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ മഞ്ഞ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അടുത്ത ദിവസങ്ങളിലും സംസ്ഥാനത്തുടനീളം ശക്തമായ മഴ തുടരും എന്നതാണ് കാലാവസ്ഥാ പ്രവചനത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളെല്ലാം കരുതലോടെ ഇരിക്കേണ്ടുന്നതാണ് എന്നതിന്റെ സൂചനകൾ വരുന്നു. നാളെ തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെയുള്ള 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് ഇതുവരെ ഉള്ള അറിയിപ്പ് പ്രകാരമുള്ളത്. 6-ാം തീയതി പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ബാക്കി ജില്ലകളിൽ മഞ്ഞ അലർട്ടുമാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ വരും ദിവസങ്ങളിലെല്ലാം മഴ കനക്കും എന്നതിന്റെ സൂചനകളാണ് ഈ മുന്നറിയിപ്പുകളിൽ പറയുന്നത്. അത് ഏത് വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയുടെ വെള്ളക്കെട്ട് പോലും മാറിയിട്ടില്ല. പത്തനംതിട്ടയിലൊക്കെ അതിരൂക്ഷമായ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പല വീടുകളും വെള്ളത്തിനടിയിലാണ്, താഴ്ന്ന പ്രദേശങ്ങളാകെ വെള്ളത്തിനടിയിലാണ്. അതിനോടൊപ്പം തന്നെയാണ് ഇന്നും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വെള്ളക്കെട്ട് തുടരുന്നിടത്ത് അതിതീവ്ര മഴ ഉണ്ടാകുമ്പോഴുള്ള സാഹചര്യം എന്താണ് എന്നതാണ് എല്ലാവരെയും വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നത്. അതേസമയം ആശങ്കയല്ല, ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ജാഗ്രതയും മുന്നൊരുക്കങ്ങളുമാണ് നമ്മൾക്ക് ഉണ്ടാകേണ്ടത്. അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് നീങ്ങുക എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ചെയ്യാനുള്ളത്. അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ മലയോര മേഖലകളിലും നദിക്കരകളിലും താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നതാണ് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചത്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്ക സാധ്യതയുള്ള മേഖലകളിലുള്ളവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതാണ്. നദികളിൽ ഇറങ്ങുന്നതും രാത്രികാലങ്ങളിൽ മലയോര മേഖലകളിലൂടെയുള്ള യാത്രകളും പരമാവധി ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. അപ്പോൾ പൊതുജനങ്ങൾക്കുള്ള പൊതു നിർദ്ദേശങ്ങളിലേക്ക് തന്നെ നമുക്ക് ഒന്ന് നോക്കാം. ഇത് കൃത്യമായും ആളുകൾ മനസ്സിരുത്തി ചെയ്യേണ്ടതാണ്. ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ ഇതിന് സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതാണ്. പകൽ സമയത്ത് തന്നെ മാറി താമസിക്കാൻ ആളുകൾ തയ്യാറാകണം. അതിന് ഒരു കാത്തിരിപ്പിന്റെ ആവശ്യമില്ല. മഴ പെയ്യുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ മഴയില്ലല്ലോ എന്നൊന്നും കരുതി ഒരു അലംഭാവം അക്കാര്യത്തിൽ ഉണ്ടാകരുത്. സുരക്ഷിതമായ ഇടത്തേക്ക് വളരെ വേഗം തന്നെ മാറുക എന്നതാണ് ചെയ്യാനുള്ളത്. സ്ഥിരമായ വെള്ളക്കെട്ട് രൂപപ്പെടാറുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ
ഇപ്പോഴത്തെ സാഹചര്യം വിലയിരുത്തി അലർട്ടുകളും മുന്നറിയിപ്പുകളും വിലയിരുത്തിക്കൊണ്ട് അവിടെ നിന്ന് മാറി താമസിക്കണം. പ്രത്യേകം ഒരുക്കിയിട്ടുള്ള ക്യാമ്പുകളിലേക്കോ അല്ലെങ്കിൽ സുരക്ഷിതമായ ബന്ധുവീടുകളിലേക്കോ മാറി താമസിക്കേണ്ടതാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചിറപ്പ് ഇല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരുമൊക്കെ പ്രത്യേക ജാഗ്രത പാലിക്കണം എന്നതും നിർദ്ദേശിക്കുന്നു. ഒപ്പം സ്വകാര്യ പൊതു ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ, മതിലുകൾ തുടങ്ങിയവ ഉണ്ടെങ്കിൽ അത് അധികൃതരെ അറിയിക്കുകയും അതിന് വേണ്ടുന്ന അടിയന്തരമായിട്ടുള്ള ഇടപെടലുകൾ ഉറപ്പുവരുത്തേണ്ടതുമാണ്. അപകടാവസ്ഥകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അങ്ങനെ ശ്രദ്ധയിൽപ്പെടുത്തി അത് ഒഴിവാക്കാനുള്ള ഇടപെടൽ നടത്തണം. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റാവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ വിനോദത്തിനോ വേണ്ടി ഇറങ്ങാൻ പാടുള്ളതല്ല. ആ നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായി പാലിക്കേണ്ടതാണ്. മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പരമാവധി ഒഴിവാക്കുക. വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദ യാത്രകളും ഒപ്പം തന്നെ അത്യാവശ്യമില്ലാതെ നടത്തുന്ന യാത്രകളും ഒക്കെ ഒഴിവാക്കേണ്ടതാണ് എന്നതാണ് ഏറ്റവും പ്രധാനമായും നമ്മൾ ചെയ്യേണ്ടത്. ജലാശയത്തോട് ചേർന്ന റോഡുകളിലൂടെയുള്ള യാത്രകളിൽ പ്രത്യേക ജാഗ്രത പാലിക്കണം. അറ്റകുറ്റപ്പണികൾ നടക്കുന്ന റോഡുകളിൽ ജാഗ്രത പാലിക്കണം. മഴ പെയ്ത് കിടക്കുമ്പോൾ സാധാരണ റോഡുകളിലൂടെ പോകുമ്പോൾ സ്പീഡ് കുറച്ച് ശ്രദ്ധിച്ച് വാഹനം ഓടിക്കാൻ ഉള്ള ജാഗ്രതയുണ്ടാകണം. അങ്ങനെ സംസ്ഥാനത്ത് എല്ലാവർക്കും ഉള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അത് നമുക്ക് എല്ലാ കാലങ്ങളിലും മഴ ശക്തമാകുന്ന കാലങ്ങളിൽ ലഭിക്കുന്ന മുന്നറിയിപ്പുകളാണ്. അത് കൃത്യമായും പാലിക്കാൻ ശ്രമിക്കുക. വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാകാനുള്ള സാധ്യതയുണ്ട്. പലയിടങ്ങളിലും ഇപ്പോൾ തന്നെ കടലാക്രമണ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യങ്ങളിൽ ആ മേഖലകളിൽ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. മാറി താമസിക്കണം. ക്യാമ്പുകളിലേക്കും മറ്റും മാറാൻ നിർദ്ദേശിച്ചിട്ടുള്ളവർ മാറി താമസിക്കുക തന്നെ വേണം. മത്സ്യബന്ധനോപാധികൾ സുരക്ഷിതമാക്കി വെക്കണം. ദുരന്ത സാധ്യതാ മേഖലയിലുള്ളവർ ഒരു എമർജൻസി കിറ്റ് അടിയന്തരമാക്കി തയ്യാറാക്കി വെക്കേണ്ടതാണ്. കാരണം നിർദ്ദേശം ഏത് നിമിഷവും മാറി താമസിക്കുകയോ ക്യാമ്പിലേക്ക് മാറാനോ ഒക്കെയുള്ള നിർദ്ദേശം വരുമ്പോൾ അത്യാവശ്യ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അത്യാവശ്യ ഘട്ടത്തിൽ ഒന്ന് മാറി നിൽക്കേണ്ടി വന്നാൽ എടുക്കേണ്ട, കയ്യിൽ കരുതേണ്ടുന്ന അവശ്യ വസ്തുക്കൾ, അതായത് ഈ സർട്ടിഫിക്കറ്റുകളും മറ്റും ഒക്കെ എടുത്ത് തയ്യാറാക്കി അങ്ങനെ ഒരു കിറ്റ് തയ്യാറാക്കി വെക്കേണ്ടതാണ്. അത് ഉപകാരപ്പെടും. മലയോര മേഖലകളിലേക്കുള്ള രാത്രി സഞ്ചാരം പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. അത്യാവശ്യത്തിന് സഞ്ചരിക്കുന്നവരാണ് എങ്കിൽ അവർ പകൽ തന്നെ ആ യാത്ര നടത്താൻ ശ്രദ്ധിക്കണം. വൈദ്യുതി ലൈനുകൾ പൊട്ടിവീണ അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ കരുതൽ വേണം. വെള്ളക്കെട്ടിൽ ഇറങ്ങരുത്. രാവിലെയൊക്കെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ അത് ശ്രദ്ധിക്കണം. അങ്ങനെ നമുക്ക് നമ്മുടെ സുരക്ഷയെ കരുതി ചെയ്യാൻ പറ്റുന്ന നിർദ്ദേശങ്ങളൊക്കെ അധികൃതർ തരുന്നത് പാലിക്കുക എന്നതാണ് ഈ ഘട്ടത്തിൽ ചെയ്യേണ്ടത്. പത്തനംതിട്ടയാണ് ഏറ്റവും കൂടുതൽ കരുതൽ വേണ്ടുന്ന ഇടം. പത്തനംതിട്ടയിലെ പ്രളയബാധിത മേഖലയിൽ ഇന്ന് മുഖ്യമന്ത്രി എത്തിയിരുന്നു. മുഖ്യമന്ത്രി അവിടെ സന്ദർശിച്ചു. ദുരിതാശ്വാസ ക്യാമ്പുകളിലും അദ്ദേഹം എത്തി. നദികളിലെ മണ്ണ് നീക്കം ചെയ്യാൻ അടിയന്തര നടപടി ഉണ്ടാകും എന്നതാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് ഇന്ന് പറഞ്ഞത്. പത്തനംതിട്ട ജില്ലയ്ക്കായിരിക്കും ഏറ്റവും മുൻഗണന നൽകുക എന്ന കാര്യം അദ്ദേഹം സൂചിപ്പിച്ചു. സ്ഥിരം ദുരന്ത നിവാരണ സംവിധാനം സംസ്ഥാനത്തിനുണ്ടാകും എന്നതും അദ്ദേഹം സൂചിപ്പിച്ചു. ആദ്യ പ്രോജക്റ്റ് പത്തനംതിട്ടയിലായിരിക്കുമെന്ന് പറയുന്നു. മറ്റ് ഏജൻസികൾ ചേർത്തുള്ള മുന്നറിയിപ്പ് സംവിധാനം ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച ദുരന്ത നിവാരണ സംവിധാനം പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടാകും എന്നതാണ് മുഖ്യമന്ത്രിയുടെ ജനങ്ങൾക്കുള്ള ഉറപ്പ്. കോളഞ്ചേരിയിൽ മഴക്കെടുതി അവലോകന യോഗം ചേർന്നു മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ. അതിനുശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ഈ കാര്യങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ ഉള്ള പ്രശ്നം, ഞങ്ങൾ ഈ മൺസൂണിന് മുമ്പ് തന്നെ സംസാരിച്ചാൽ ഈ അതിതീവ്ര മഴയും അതുപോലെ ക്ലൗഡ് ബേഴ്സ്റ്റും ഉണ്ടാകുന്നു. റഡാറിൽ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആളുകളെ മാറ്റുന്നതിനുള്ള സമയം കിട്ടുന്നില്ല. അത്ര ചെറിയ ഗ്യാപ്പിൽ ഇത്രയും വലിയ മഴ പെയ്യാണ്. 200 മില്ലിക്ക് മീതെ മഴ പെയ്താൽ തന്നെ അതിതീവ്ര മഴയാണ്. ഇവിടെ പല സ്ഥലത്തും 340 ആണ് വടശ്ശേരിക്കരയിലേത്. അപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഈ 200 മീതെ അതിതീവ്ര മഴ വളരെ കുറഞ്ഞ സമയം ഉണ്ടായിരിക്കുകയാണ്. പിന്നെ വെള്ളം പൊങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം വനത്തിന് അകത്തുണ്ടായ ലാൻഡ് സ്ലൈഡുകളും ലാൻഡ് സ്ലിപ്പുകളുമാണ്. ധാരാളം ലാൻഡ് സ്ലൈഡും ലാൻഡ് സ്ലിപ്പും വനത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ വലിയ ഭാഗ്യം കൊണ്ടാണ് വലിയ ഈ അധികം മരണങ്ങളോ അങ്ങനത്തെ വലിയ അപകടങ്ങളോ ഉണ്ടാകാതെ പോയതൊരു ഭാഗ്യത്തിൻ്റെ ഒരു ഘടകം കൂടി യഥാർത്ഥത്തിലുണ്ട്. അപ്പോൾ വനത്തിന് അകത്തു നിന്നും ആ പൊട്ടിയൊലിച്ചു വന്ന വെള്ളമാണ്. വലിയ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ട്.
ചെറിയ ചെറിയ ലാൻഡ് സ്ലിപ്പുകൾ ധാരാളമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാത്ത സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി പരിശോധിച്ചുള്ളൊരു ഫലപ്രദമായ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫലപ്രദമായ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റെസിലിയൻസ് സിസ്റ്റം കേരളത്തിൽ ഉണ്ടാകുന്നതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കും. അതിന് പത്തനംതിട്ട ജില്ലയ്ക്ക് പൂർണ്ണമായ മുൻഗണന നൽകും. പ്രളയസമാനമായ സാഹചര്യം നേരിട്ടിട്ടും പത്തനംതിട്ടയിൽ മുഖ്യമന്ത്രി എത്താതെ മുഖ്യമന്ത്രി വിരുന്നിന് പോയത് വലിയ വിമർശനത്തിന് വഴിവെച്ചിരുന്നു. ആ വിമർശനങ്ങൾക്കുള്ള മറുപടിയും ഇന്ന് പത്തനംതിട്ടയിൽ എത്തിയപ്പോൾ മുഖ്യമന്ത്രി നൽകി. അതിതീവ്ര മഴയായിരുന്നു. ആളുകളെ മാറ്റാൻ പോലും സമയം കിട്ടിയില്ല. വനത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായി. അടുത്ത പ്രളയം വരെ കാത്തിരിക്കുന്നില്ല, ഉടൻ എല്ലാ നീക്കങ്ങളും ചെയ്യും എന്ന് അപ്പോൾ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ മറുപടി പറഞ്ഞതിന് ശേഷമാണ് ഈ വിവാദങ്ങളിലേക്ക് കൂടി മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്. അത് താൻ ഈ വിഷയം അറിഞ്ഞപ്പോൾ തന്നെ എല്ലാ ഒരുക്കങ്ങളും നടത്തിയിരുന്നു, എല്ലാ ഇടപെടലും നടത്തിയിരുന്നു. എല്ലാ മന്ത്രിമാരും ജില്ലകളിലേക്ക് പുറപ്പെട്ടിരുന്നു, പണം അനുവദിച്ചിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. CPM പറയുന്നതിനനുസരിച്ച് പോകാൻ കഴിയില്ല എന്നുമാണ് മുഖ്യമന്ത്രി ഇന്ന് പത്തനംതിട്ടയിലെത്തിയ വിഷയത്തിൽ മറുപടി പറഞ്ഞത്. നേരത്തെ അദ്ദേഹം ദുരന്ത നിവാരണ സമിതിയുടെ യോഗം ചേർന്നതിന് ശേഷം തിരുവനന്തപുരത്തും വാർത്താസമ്മേളനം നടത്തി വിവാദങ്ങൾക്ക് മറുപടി പറഞ്ഞിരുന്നു. എന്തായാലും പത്തനംതിട്ടയ്ക്ക് പ്രഥമ പരിഗണന തന്നെ നൽകും എന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. രാജ്യത്തെ ഏറ്റവും മികച്ച ഈ ദുരന്ത സാഹചര്യങ്ങൾ നേരിടുന്നതിനുള്ള സംവിധാനം സംസ്ഥാനത്ത് ഉണ്ടാക്കും എന്ന കാര്യവും അദ്ദേഹം പറയുന്നുണ്ട്. പത്തനംതിട്ടയിൽ സ്ഥിതി അതീവ ഗുരുതരമാണ്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയുടെ വെള്ളക്കെട്ട് ഒഴിഞ്ഞിരുന്നില്ല. ഇന്നലെയും ഒക്കെ ചെറിയ രീതിയിൽ മഴയുണ്ടായിരുന്നു. ഇന്നിപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയിലാണ് ജില്ല ഇപ്പോഴുള്ളത്. നമുക്കൊപ്പം ശശിനാരായണൻ കൂടി അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുകയാണ്. ശശിനാരായണൻ, ഉച്ചയോടെയാണ് റെഡ് അലർട്ട് വന്നത്. 1 മണിയോടെ റെഡ് അലർട്ടിൽ പത്തനംതിട്ടയും ഉൾപ്പെടുന്നു എന്ന വിവരം വന്നു. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയാണ് ജില്ലയിലുള്ളത്. എന്തൊക്കെയാണ് മുന്നൊരുക്കങ്ങൾ? രാത്രിയോടുകൂടി മഴ ശക്തമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനെ കരുതാൻ വേണ്ടി എന്തൊക്കെ ഒരുക്കങ്ങളാണുള്ളത്? ഈ വീടുകളിൽ നിന്ന് ക്യാമ്പുകളിലേക്ക് മാറാൻ വിമുഖത കാട്ടിയ എല്ലാവരെയും തന്നെ ക്യാമ്പുകളിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളിയായി തുടർന്നിരുന്നത്. എന്താണ് നമുക്ക് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത്? രേണുക, രാത്രിയിൽ ഒരുപക്ഷെ മഴ പെയ്താൽ അത് ശക്തമായി നേരിടാനുള്ള എല്ലാ ക്രമീകരണങ്ങളും പത്തനംതിട്ടയിൽ പൂർത്തിയായിട്ടുണ്ട്. അതിനുള്ള ക്രമീകരണങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളടക്കമുള്ള ബോട്ടടക്കം, ഇപ്പോൾ NDRF സംഘം, കുട്ടവഞ്ചി അടക്കമുള്ള കാര്യങ്ങൾ, രക്ഷാസന്നദ്ധ സംഘടന പ്രവർത്തകർ, അങ്ങനെ ഫയർഫോഴ്സിന്റെയും അങ്ങനെ വിവിധ തരത്തിലുള്ള ക്രമീകരണങ്ങൾ പത്തനംതിട്ടയിൽ സജ്ജമാക്കിയിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി ഇന്ന് സന്ദർശനത്തിൽ തന്നെ വ്യക്തമാക്കിയത്. പത്തനംതിട്ടയ്ക്ക് പ്രഥമ ഒരു പരിഗണന കൂടി നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ക്രമീകരണങ്ങളും, ഒരു അടിയന്തര സാഹചര്യം പത്തനംതിട്ടയിൽ ഉണ്ടാൽ, മഴയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും മഴക്കെടുതിയുമായി ബന്ധപ്പെട്ടുണ്ടായാൽ അത് നേരിടാനുള്ള എല്ലാ ക്രമീകരണങ്ങളും പത്തനംതിട്ടയിൽ ചെയ്യുന്നുള്ള നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. അത്തരത്തിൽ തന്നെയാണ് പത്തനംതിട്ടയിലുള്ളത്. അതിനുള്ള ക്രമീകരണമുണ്ട്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ രാത്രിയിൽ മഴ പെയ്താൽ ഒരുപക്ഷെ ഗുരുതരമാകാൻ സാധ്യതയുണ്ട്. കാരണം വെള്ളപ്പൊക്ക ഭീഷണിയുണ്ട്. അത് നിലവിൽ പമ്പയാറിലെ ജലനിരപ്പ് ഇപ്പോഴും സമാനമായ രീതിയിൽ തുടരുന്നു. നേരിയ കുറവുണ്ടെങ്കിലും മഴ പെയ്താൽ ഒരുപക്ഷെ വീണ്ടും വെള്ളം ഈ ഇറങ്ങിയ സ്ഥലങ്ങളിൽ, അതായത് റാന്നിയിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഒപ്പം ആറന്മുളയും തിരുവല്ല, അപ്പർ കുട്ടനാട് മേഖലയിലാണ് വെള്ളപ്പൊക്ക ഭീഷണി തുടർന്ന്. ചെങ്ങന്നൂർ അടക്കം വലിയ രീതിയിൽ ഈ വെള്ളക്കെട്ടും വെള്ളപ്പൊക്ക ഭീഷണിയുണ്ട്. പല സ്ഥലങ്ങളിലും വീടുകളിൽ വെള്ളം കയറിയ അവസ്ഥയാണ്. ചെങ്ങന്നൂരൊക്കെ മിക്ക സ്ഥലങ്ങളിലും പാണ്ടനാട് അടക്കമുള്ള മേഖലകളിൽ ഈ വീടുകളിൽ വെള്ളം കയറിയും റോഡുകളിൽ വെള്ളം കയറി ഗതാഗത പ്രശ്നമുള്ള ഒരു അവസ്ഥയാണുള്ളത്. തിരുവല്ല, അപ്പർ കുട്ടനാട് മേഖലയിൽ സമാനമായ രീതിയിൽ MC റോഡിൽ ഗതാഗതവും ഭാഗികമായി തടസ്സപ്പെട്ട രീതിയിൽ വലിയ വാഹനങ്ങൾക്ക് മാത്രം കടന്നുപോയും ചെറിയ വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയും ഈ തിരുവല്ലയിൽ, കുറ്റൂർ അടക്കമുള്ള മേഖലകളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായും രാത്രിയിൽ ഒരുപക്ഷെ അതിതീവ്ര മഴ പെയ്യുകയാണെങ്കിൽ വീണ്ടും കഴിഞ്ഞ ആദ്യത്തെ ദിവസം ഉണ്ടായ പോലെ തന്നെ ഒരു പ്രളയത്തിന്റെ പോലെ തന്നെ വീണ്ടും ഇത്തരത്തിൽ വെള്ളം കയറാനും അത് വീടുകളിലേക്ക് കയറാനുള്ള സാധ്യതയുണ്ട്. നിലവിലത്തെ ഒരു സാഹചര്യം പറയാമെങ്കിൽ എല്ലാ ആളുകളെയും ആറന്മുളയിലെ എഴിക്കാട് കോളനി ആളുകൾ, ആറന്മുള ക്ഷേത്രത്തിനുള്ള സമയങ്ങളുള്ള മിക്ക സ്ഥലങ്ങളിലെ ആളുകളെയും ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ കാര്യം. ഈ ക്യാമ്പുകളിൽ എത്താൻ മടിച്ചവരെ പല ആളുകളും ക്യാമ്പുകളിൽ വരാൻ, ചില 2 നില വീടിന്റെ മേളിലൊക്കെ താമസിക്കുന്നവരൊക്കെ ക്യാമ്പിൽ വരാൻ മടിച്ചിരുന്നു. അവരെ കൃത്യമായി ക്യാമ്പുകളിൽ കൊണ്ടുവരാൻ ഇന്ന് മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്, സേനാംഗങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ അവരെ വീടുകളിൽ നിന്നും ക്യാമ്പുകളിൽ എത്തിക്കാനുള്ള നടപടികളും പൂർത്തിയായിട്ടുണ്ട്. ഏകദേശം കുറച്ച് ആളുകൾ മാത്രമാണ് അത്തരത്തിലുള്ളത്. ബാക്കി എല്ലാ ആളുകളും ക്യാമ്പിൽ എത്തിയിട്ടുണ്ട്. ഇവർക്കുള്ള ഭക്ഷണവും മരുന്നും ക്രമീകരണങ്ങളും എല്ലാം പത്തനംതിട്ടയിലും ഇതുപോലെ തന്നെ തിരുവല്ല അടക്കമുള്ള മല്ലപ്പള്ളിയും തിരുവല്ലയുമാണ്
ഏറ്റവും കൂടുതൽ ക്യാമ്പുകൾ ഉള്ളത്. 6000-ന് മുകളിൽ ആളുകൾ ഈ ക്യാമ്പുകളിൽ ഉണ്ട് എന്നുള്ളതാണ് കണക്കുകൾ വെക്കുന്നത്. എന്തായാലും അതെല്ലാം നേരിടാനുള്ള ക്രമീകരണങ്ങൾ പത്തനംതിട്ടയിൽ സജ്ജമാണെന്നുള്ളതാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. പ്രത്യേക പരിഗണന പത്തനംതിട്ടയ്ക്ക് നൽകിയിട്ടുണ്ട്. എല്ലാ ക്രമീകരണങ്ങളും ഉദ്യോഗസ്ഥന്മാരുമായി കൂടി ആലോചിച്ചതിന് ശേഷമാണ് മുഖ്യമന്ത്രി ഇക്കാര്യം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. രേണുക, ശരി, ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പത്തനംതിട്ടയിൽ അതീവ ജാഗ്രതയാണ്. അതീവ ജാഗ്രതാ നിർദ്ദേശം ഓരോ മനുഷ്യരും ഏറ്റെടുക്കേണ്ടതുമാണ്. കൂട്ടായാണ് നമ്മൾ കഴിഞ്ഞ തവണകളിലൊക്കെയും ഈ ദുരന്തത്തെ മറികടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കൂട്ടായ ഒരു ഉത്തരവാദിത്തവും ശ്രമവുമാണ് ഈ ദുരന്ത സമയത്തും നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത്. എന്തായാലും നിർദ്ദേശങ്ങൾ പാലിക്കുക, അത് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് ആളുകൾ മാറുക എന്നത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അത് അനുസരിക്കുക എന്നതാണ് ചെയ്യേണ്ടത്. എന്തായാലും വലിയ ജാഗ്രതയോടുകൂടിയുള്ള ഇടപെടലുകളാണ് അവിടെ നടക്കുന്നത്. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശവുമായി ഗതാഗത മന്ത്രി CP ജോൺ. പൈസയില്ലാത്ത ട്രാൻസ്പോർട്ട് ബസ്സിൽ സ്ത്രീകൾ തള്ളിക്കയറുന്നു, എന്നാൽ മക്കളെ ഫീസ് നൽകി സ്വകാര്യ സ്കൂളുകളിൽ ചേർക്കുന്നു. അസുഖം വന്നാൽ സ്വകാര്യ ആശുപത്രിയിൽ പോകില്ല, പകരം സർക്കാർ ആശുപത്രിയുടെ വരാന്തയിൽ കിടക്കും. കേരളത്തിലെ ജനങ്ങളുടെ പെരുമാറ്റം അതിശയിപ്പിക്കുന്നുവെന്ന മന്ത്രിയുടെ പരാമർശമാണ് വലിയ വിവാദമായത്. വിവാദമായപ്പോൾ വാക്കുകൾ വളച്ചൊടിച്ചുവെന്നാണ് CP ജോൺ പറഞ്ഞത്. തള്ളിക്കയറി എന്ന വാക്ക് വളച്ചൊടിച്ചതാണോ? സ്ത്രീകൾ ദാരിദ്ര്യം അനുഭവിക്കുന്നു എന്നാണ് ഉദ്ദേശിച്ചതെന്ന് മന്ത്രി പറയുമ്പോൾ ആ ദാരിദ്ര്യം ഇതുപോലെ അവരെ അപമാനിക്കാൻ ഉപയോഗിക്കാമോ? സൗജന്യ യാത്ര ഒരുക്കിയിട്ട് തള്ളിക്കയറേണ്ടി വരുന്നുവെങ്കിൽ അതിന് ഉത്തരവാദി ആരാണ് വകുപ്പ് മന്ത്രി? സർക്കാർ ആശുപത്രികളിൽ ദാരിദ്ര്യമുള്ളവർക്ക് വരാന്തയിൽ കിടക്കേണ്ടി വരുന്നുവെങ്കിൽ അതിനുത്തരവാദി ആരാണ്? ദാരിദ്ര്യമുള്ള സ്ത്രീ മറ്റ് ചെലവ് ചുരുക്കി മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാൻ പ്രൈവറ്റ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത് മന്ത്രിയെ ഇത്രമാത്രം അതിശയിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകണമെന്ന പൊതുബോധം എത്രയോ കാലമായി കേരളം പുലർത്തുന്നുണ്ട്. ഇപ്പോഴും ദാരിദ്ര്യമുള്ളവർക്ക് വിശ്വസിച്ച് കുട്ടികളെ എത്തിക്കാൻ മാത്രം നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ വികസിക്കുന്നില്ല എങ്കിൽ അതിനും ഉത്തരവാദി ആരാണ്? എന്ത് നല്ലത് ഉദ്ദേശിച്ച് പറഞ്ഞതായാലും പറഞ്ഞ വാക്കും പ്രയോഗവും ഒക്കെ തെറ്റിപ്പോയിരിക്കുന്നു മന്ത്രിക്ക്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളും വാർത്തകളും ആണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിലാണ് മന്ത്രിയുടെ ഈ വിവാദ പ്രസ്താവനയുണ്ടായത്. സർക്കാർ സ്ത്രീകൾക്ക് അനുവദിച്ച പ്രിയദർശിനി സൗജന്യ യാത്രയിൽ സ്ത്രീകൾ തള്ളിക്കയറുന്നുവെന്നാണ് മന്ത്രി CP ജോൺ പറഞ്ഞത്. പൈസയില്ലാത്ത KSRTC ബസ്സിൽ സ്ത്രീകൾ തള്ളിക്കയറുകയാണെന്നും എന്നാൽ മക്കളെ ഫീസ് നൽകി സ്വകാര്യ സ്കൂളുകളിൽ ചേർക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. ഫീസ് ഇല്ലാത്ത സ്വകാര്യ സ്കൂളുകളിൽ പോലും മക്കളെ വിടില്ല. ബസ് വന്നാൽ പൈസ കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറും. അസുഖം വന്നാൽ സ്വകാര്യ ആശുപത്രിയിൽ പോകില്ല, പകരം സർക്കാർ ആശുപത്രിയുടെ വരാന്തയിൽ കിടക്കുമെന്നും കേരളത്തിലെ ജനങ്ങളുടെ സ്ത്രീകളുടെ പെരുമാറ്റം തന്നെ അതിശയിപ്പിക്കുന്നുവെന്നുമാണ് മന്ത്രി പറഞ്ഞത്. അപ്പോൾ മന്ത്രിയുടെ ആ വിവാദ പരാമർശം ഒന്ന് കേൾക്കാം. ഈ ബസ്സിന് കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ വിടുകയാണ് അല്ലേ? ഗവൺമെന്റ് സ്കൂളിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുക. ഗവൺമെന്റ് സ്കൂളിലേക്ക് ഇപ്പോഴും കുട്ടികളെ വിടുന്നതിന് പകരം ഫീസ് കൊടുക്കേണ്ടാത്ത പ്രൈവറ്റിൽ പോലും വിടാതെ ഇവിടെ വിടുന്നത് ഫീസ് കൊടുക്കേണ്ട സ്കൂളിലേക്ക് വിടുന്നു അല്ലേ? എന്നാൽ ആശുപത്രിയുടെ കാര്യം വരുമ്പോഴോ? ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീ തൻ്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് വരാന്തയിൽ കിടക്കുകയാണ് ഗവൺമെന്റ് ആശുപത്രി അല്ലേ? ഈ മൂന്ന് കാര്യങ്ങൾ, പൊതുജനാരോഗ്യം, പൊതുഗതാഗതം, പൊതുവിദ്യാഭ്യാസം, ഈ മൂന്ന് കാര്യങ്ങളിൽ ഞാൻ ട്രേഡ് യൂണിയൻ ലീഡേഴ്സ് ഉള്ളതുകൊണ്ട് പറയുകയാണ്, കേരളത്തിലെ ജനങ്ങളുടെ ബിഹേവിയർ, അവരുടെ പെരുമാറ്റം എന്നെ അതിശയിപ്പിക്കുകയാണ്. ബസ് വന്നാൽ കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറും. എന്നാൽ തൊട്ടപ്പുറത്ത് കുട്ടിയെ ചേർക്കുന്നത് ഫീസ് കൊടുക്കുന്ന സ്കൂളിലാണ്. അസുഖം വന്നാൽ പ്രൈവറ്റ് ആശുപത്രി പോകാൻ പേടിയാണ്, കാരണം അവിടെ കൊടുക്കാൻ പൈസയില്ല. പക്ഷേ പ്രിയദർശിനി വന്നപ്പോൾ നിങ്ങളുടെ ബസ് വിട്ട് മറ്റ് പ്രിയദർശിനി കാത്തു നിന്ന് തിരക്കി ആളുകൾ പോകുന്നതിൻ്റെ കാരണം നിങ്ങളോടുള്ള വിരോധം കൊണ്ടോ എന്നോടുള്ള സ്നേഹം കൊണ്ടോ അല്ല, മറിച്ച് നമ്മുടെ നാട്ടിലെ കുടുംബിനികൾക്ക് കയ്യിൽ കാശില്ലാത്തത് കൊണ്ടാണ് എന്ന യാഥാർത്ഥ്യമാണ് ഞങ്ങൾ പഠിക്കുന്നത്. വലിയ വിമർശനമാണ് മന്ത്രിയുടെ ഈ പരാമർശത്തിലുണ്ടായത്.
സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചിട്ട് അത് ഉപയോഗിക്കുന്ന സ്ത്രീകളെ അപമാനിച്ച മന്ത്രി മാപ്പ് പറയണമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവ് PK ശ്രീമതി ആവശ്യപ്പെട്ടു. ഈ സർക്കാരിന്റെ ഏകാധിപത്യ സമീപനത്തിന്റെ തെളിവാണിതെന്നും മാടമ്പിത്തരമാണിതെന്നും KN ബാലഗോപാൽ MLA കുറ്റപ്പെടുത്തി. സ്ത്രീകളെ അധിക്ഷേപിച്ച CP ജോൺ മാപ്പ് പറയണമെന്ന് CPI ദേശീയ സെക്രട്ടറി ആനി രാജ ആവശ്യപ്പെട്ടു. ഉറങ്ങിക്കിടക്കുന്ന ആളുകളെ സദ്യ കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചുണർത്തി മുഖത്ത് തുപ്പുന്ന തരത്തിലാണ് CP ജോണിന്റെ പ്രതികരണമെന്നായിരുന്നു ഈ വിഷയത്തിൽ P രാജീവിന്റെ പ്രതികരണം. അധിക്ഷേപകരമായ ഒരു പരാമർശം തന്നെയാണ് ഇത്. സർക്കാർ നൽകുന്ന ഒരു ഔദാര്യം എന്ന രീതിയിലാണ് സർക്കാർ ഇതിനെ എപ്പോഴും കാണുന്നത്. പക്ഷേ ഇത് തെരഞ്ഞെടുപ്പ് സമയത്തും അത് കഴിഞ്ഞും ജയിച്ചപ്പോഴും ഒക്കെ തന്നെ ആവർത്തിച്ച് പറഞ്ഞതാണ് സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര എന്ന് പറഞ്ഞതാണ്. അധികാരത്തിൽ വന്ന സ്ത്രീകൾ അവരുടെ ആ അവകാശം അവർ ഉപയോഗപ്പെടുത്താൻ തുടങ്ങുമ്പോൾ അതിനെ അധിക്ഷേപിക്കുന്നത് ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് യോജിച്ച കാര്യമല്ല. അതിനെ അതിശക്തമായി അപലപിക്കുകയാണ്. പക്ഷെ ഇത് അവർ പ്രോമിസ് ചെയ്തതാണ്. ആ പ്രോമിസ് ചെയ്തതിനെ നമ്മളെല്ലാം എന്തോ ഭിക്ഷയാചിക്കുന്ന മാതിരി ആ രീതിയിൽ അവഹേളിക്കുന്നത് തീർച്ചയായിട്ടും സത്യത്തിൽ ഈ ഉറങ്ങിക്കിടന്ന ആളെ വിളിച്ചിട്ട് സദ്യ കൊടുക്കാന്ന് പറഞ്ഞ് എണിപ്പിച്ചിട്ട് നേരെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പുന്ന ഒരു രീതിയാണ് ഇന്ന് ഗതാഗത വകുപ്പ് മന്ത്രി സ്വീകരിച്ചത്. അന്ന് അഭിമാനത്തോടെ യാത്ര ചെയ്യാൻ പറഞ്ഞു, ഞങ്ങളുടെ ഔദാര്യമല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ അവരെ അധിക്ഷേപിക്കുന്ന ഈ സമീപനം എനിക്ക് തോന്നുന്നു മന്ത്രിയുടെ മാത്രമല്ല, എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിക്കാനുള്ള ഒരു ആസൂത്രിതമായ നീക്കം അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ പ്രഖ്യാപനം വന്നിട്ടുള്ളത്. അപ്പൊ സ്ത്രീകളെ ഇതുപോലെ അധിക്ഷേപിച്ച ഒരു മന്ത്രി ആ രൂപത്തിൽ തുടരേണ്ടതുണ്ടോ എന്ന കാര്യം ഉൾപ്പെടെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. കേരളീയ സ്ത്രീ സമൂഹത്തിനെ ഇതുപോലെ അധിക്ഷേപിച്ച ഒരു അനുഭവം ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമ്മൾ കാണണം. അപ്പോ മന്ത്രിയുടെ ഈ പ്രസ്താവനയ്ക്കെതിരെ വലിയ വ്യാപകമായ പ്രതിഷേധം ഉയർന്നു. ഒപ്പം തന്നെ യുവജന പ്രസ്ഥാനങ്ങളും പ്രതിഷേധവുമായി രംഗത്തെത്തി. പ്രസ്താവന പിൻവലിച്ച് മന്ത്രി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് DYFI പ്രതിഷേധ മാർച്ചും നടത്തി. മന്ത്രി പറഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നും സ്ത്രീകളെ അപമാനിക്കുന്നതല്ല ബഹുമാനിക്കുന്നതാണ് സർക്കാർ നയമെന്നുമാണ്. പ്രിയദർശിനി പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്നും മന്ത്രി AP അനിൽകുമാർ പറഞ്ഞതായിരുന്നു സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട്. സ്ത്രീകളെ അപമാനിക്കുന്നതല്ല ഈ ഗവൺമെന്റിന്റെ സമീപനം. ഒന്ന് ചില അഭിപ്രായം അതെന്താണ് അഭിപ്രായം പ്രകടിപ്പിച്ചത് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷെ ഞാൻ പറയുന്നത് നിലവിൽ സ്ത്രീകൾക്ക് കൊടുക്കുന്ന ആനുകൂല്യം അതിനകത്ത് യാതൊരു വ്യത്യാസവും ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ എന്തിനാ ഞാൻ പറഞ്ഞത് ഇത് അല്ല, ഞാൻ അതൊരു വിവാദമാക്കണ്ട. ഞാൻ പറയുന്നത് പല അഭിപ്രായ പഠനങ്ങളും പല രീതിയിലും വരും. അതെ, സ്ത്രീകൾ ഇരന്നു വാങ്ങിയതല്ല. സൗജന്യ യാത്ര 50% വരുന്ന സ്ത്രീകളുടെ വോട്ട് ലക്ഷ്യമിട്ട് കോൺഗ്രസ് പ്രഖ്യാപിച്ചതാണ്. ഇന്ദിരാ പദ്ധതിയിൽ രാഹുലാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. തെരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസ് നൽകിയ വാഗ്ദാനമായിരുന്നു. മുഴുവൻ സ്ത്രീകൾക്കും സൗജന്യ യാത്ര എന്നത് സർക്കാരിന്റെ തീരുമാനമായിരുന്നു. അധികാരമേറ്റയുടൻ പദ്ധതി നടപ്പാക്കിയത് ഏറെ പ്രശംസിക്കപ്പെട്ടതാണ്. സ്ത്രീകളുടെ സാമൂഹിക സാമ്പത്തിക ഉന്നതിക്ക് പദ്ധതി ഉപകാരപ്പെട്ടു എന്ന് കോൺഗ്രസ് വിലയിരുത്തിയതുമാണ്. അപ്പോഴാണ് ഈ വിവാദ പരാമർശം വരുന്നത്. ഇതിന്റെ ഉദ്ഘാടന ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത് പുതുചരിത്രമാണ് ഇത് എന്നതാണ്. ഒപ്പം ഇത് സ്ത്രീകൾക്കുള്ള സർക്കാരിന്റെ ആദരമാണ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്തായാലും സാമ്പത്തികമായ ഏതെങ്കിലും മാനദണ്ഡം പദ്ധതിക്ക് സർക്കാർ ഏർപ്പെടുത്തിയിരുന്നില്ല. അങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കിയിട്ട് സ്ത്രീകൾക്ക് തള്ളിക്കയറേണ്ടി വരുന്നുണ്ട് എങ്കിൽ ആരാണ് ഉത്തരവാദി എന്ന് വകുപ്പ് മന്ത്രി പറയണ്ടേ? സർക്കാർ ആശുപത്രികളിൽ ദാരിദ്ര്യമുള്ളവർക്ക് വരാന്തയിൽ കിടക്കേണ്ടി വരുന്നു എന്നതാണ് മറ്റൊരു പരിഹാസം. അത് എന്തൊരു ഗതികേടാണ്, അതൊരു മന്ത്രി ചൂണ്ടിക്കാട്ടുകയാണ്. അങ്ങനെ ഒരു ഗതികേട് ദരിദ്രരായ സ്ത്രീകൾക്കുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി ആരാണ്? ദാരിദ്ര്യമുള്ള സ്ത്രീ മറ്റ് ചെലവ് ചുരുക്കി മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാൻ പ്രൈവറ്റ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത് മന്ത്രിയെ ഇത്രമാത്രം അതിശയിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകണമെന്ന പൊതുബോധം എത്രയോ കാലമായി കേരളം പുലർത്തുന്നുണ്ട്. കേരളത്തിന് സൂചികകളിൽ ലഭിക്കുന്ന മുൻതൂക്കമൊക്കെ അങ്ങനെ ഓരോ അമ്മമാരുടെയും കരുതലിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. ഇപ്പോഴും ദാരിദ്ര്യമുള്ളവർക്ക് വിശ്വസിച്ച് കുട്ടികളെ എത്തിക്കാൻ മാത്രം, അല്ലെങ്കിൽ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാകുമെന്ന് വിശ്വസിക്കാൻ മാത്രം നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ വികസിക്കുന്നില്ല എങ്കിൽ അതിനും ഉത്തരവാദി ആരാണ്?
പറഞ്ഞതെല്ലാം അബദ്ധമായി മാറിയപ്പോൾ അതിൽ വിശദീകരണമായി മന്ത്രി വന്നു. ആ വിശദീകരണത്തിലും മന്ത്രിക്ക് പാളുന്നതാണ് നമ്മൾ കണ്ടത്. പരാമർശങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് മന്ത്രി CP ജോൺ ആദ്യം പ്രതികരിച്ചു. സ്ത്രീകളുടെ ദാരിദ്ര്യത്തെക്കുറിച്ചാണ് താൻ സംസാരിച്ചതെന്നും തന്റെ വാക്കുകൾ വിവാദമുണ്ടാക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല എന്നും താൻ എന്താണ് പറഞ്ഞതെന്ന് ഒരു വിശദീകരണം തന്നോട് ചോദിക്കാമായിരുന്നു എന്നും ഒക്കെയാണ് മന്ത്രി ആദ്യം പറഞ്ഞത്. പിന്നീട് അതും പോരാഞ്ഞിട്ട് ന്യായീകരണം തുടർന്നു മന്ത്രി CP ജോൺ. കേരളത്തിലെ സ്ത്രീകളുടെ ദാരിദ്ര്യം വളരെ വലുതാണെന്നും ബസ് ചാർജ് കൊടുക്കാൻ പോലും പലർക്കും സാധിക്കാത്ത സാഹചര്യമുണ്ട് എന്നുമാണ് പറഞ്ഞതെന്നും അദ്ദേഹം വിശദീകരിച്ചു. പ്രിയദർശിനി മാതൃകയിൽ മറ്റ് 3 പ്രധാന മേഖലകളിൽ കൂടി അടിയന്തര ഇടപെടൽ വേണമെന്നാണ് താൻ ഉദ്ദേശിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പൊതുഗതാഗതം, പൊതുവിദ്യാഭ്യാസം, പൊതുജനാരോഗ്യം എന്നീ 3 മേഖലകളിലാണ് ശക്തമായ ഇടപെടൽ ആവശ്യമെന്ന് അദ്ദേഹം പറഞ്ഞത്. താൻ തെറ്റായ പരാമർശങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്നും എങ്കിലും സംസാരിക്കുമ്പോൾ ഇനി കൂടുതൽ ശ്രദ്ധിക്കുമെന്നും എന്നെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ എന്നും അവസാനമായുള്ള വിശദീകരണത്തിൽ CP ജോൺ ചോദിച്ചു. സ്ത്രീകളെ അധിക്ഷേപിക്കുന്നതാണ് എന്ന് പറഞ്ഞത് പറയാനുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവരോടൊപ്പം നിൽക്കുന്ന ഒരാളാണ് എന്ന് നിങ്ങൾക്കറിയാമോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ പ്രശ്നമല്ല. അങ്ങനെയാണ്. ഇനി അതിൻ്റെ കൂടെ തന്നെയാണുള്ളത്. പ്രിയദർശിനിയുടെ വമ്പിച്ച വിജയം, ആ വമ്പിച്ച വിജയവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അതിനെ ഞാൻ വളച്ചൊടിച്ചെന്നോ എന്താ പറയുക പൊട്ടിച്ചെന്നോ ഒന്നും ഞാൻ ആക്ഷേപിക്കാനില്ല. തള്ളിക്കള്ളം എന്നുള്ള വാക്കിന് ഇനി ഉപയോഗിക്കാതിരിക്കാം. അല്ല, ഞാനിതിൽ പഠിച്ചൊരു കാര്യം, എല്ലാ ദിവസവും ഒരു ലേണിംഗ് ഡേ ആണല്ലോ. പ്രസംഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ ആ തിരിച്ചറിവാണ് ഈ സംഭവം മന്ത്രിക്കുണ്ടാക്കിയിരിക്കുന്നത്. നല്ലത്. പൊതുഗതാഗതം, പൊതുവിദ്യാഭ്യാസം, പൊതുജനാരോഗ്യം എന്നീ 3 മേഖലകളിൽ ശക്തമായ ഇടപെടൽ ആവശ്യമുണ്ട് എന്നാണ് മന്ത്രി പറഞ്ഞത്. അങ്ങനെയാണ് ഉദ്ദേശിച്ചതെന്ന് CP ജോൺ വിശദീകരിക്കുമ്പോൾ അത് യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ജനങ്ങളെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന 3 മേഖലകളാണ് ഇത് 3. അവിടെയുള്ള പോരായ്മകൾ പരിഹരിക്കാനുള്ള ഇടപെടലാണ് വേണ്ടത്. ആ ബോധ്യമാണ് മന്ത്രിക്കും സർക്കാരിനും ഉണ്ടാകേണ്ടത്. പെൻഷൻ ഔദാര്യമെന്ന പരാമർശം കോടതിയിൽ നൽകിയതിന്റെ പ്രതിഫലം കൂടിയാണ് താങ്കളുടേതുൾപ്പെടെയുള്ള ഈ അധികാരപദം. കേരളത്തിലെ സ്ത്രീകൾ ദാരിദ്ര്യം എത്ര വേണമെങ്കിലും സഹിക്കും. അപമാനവും അവഹേളിക്കലും തുള്ളി പോലും സഹിക്കില്ല എന്ന ബോധ്യം ഉണ്ടാകുന്നത് നല്ലതാണ്. തമിഴ്നാട് ഇന്ന് കണ്ടത് പക്ക മാസ് എന്റർടൈൻമെന്റ് ഷോയാണ്. സ്റ്റാലിന്റെ കഴിഞ്ഞ 5 വർഷം തമിഴ്നാട് മിസ് ചെയ്ത രാഷ്ട്രീയത്തിലെ മാസ് മസാല ട്വിസ്റ്റുകൾ തിരിച്ചു വന്നിരിക്കുകയാണ്. തഞ്ചാവൂരിൽ നടന്ന DMK സമ്മേളനത്തിൽ നടി തൃഷയെ മുഖ്യമന്ത്രി വിജയുമായി ചേർത്ത് അപകീർത്തികരമായി പ്രസംഗം നടത്തിയ ഉദയനിധി സ്റ്റാലിനെ വീട്ടിൽ നിന്ന് പൊക്കി വിജയുടെ പോലീസ്. എവിടേക്കെന്നോ എന്താണ് നീക്കമെന്നോ പോലും അറിയാത്ത മണിക്കൂറുകളായിരുന്നു പിന്നീട്. കോടതി നിർദ്ദേശം പോലും മറികടക്കുന്ന അതിനാടകീയ രംഗങ്ങൾക്കൊടുവിൽ തമിഴ്നാട് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെ ചോദ്യം ചെയ്ത ശേഷം സ്വന്തം ജാമ്യത്തിൽ വിട്ടയക്കണമെന്ന് മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടു. DMK വൻ പ്രതിഷേധത്തിന് ഇത് അവസരമാക്കി മാറ്റിയിട്ടുണ്ട്. പാർലമെന്റിൽ ഉൾപ്പെടെ ഈ വിഷയം ഉന്നയിച്ചു. ഉദയനിധിയും വിജയും നേർക്കുനേർ എത്തിയതോടെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയം പുതിയ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അത് ജയലളിത കരുണാനിധി കാലത്തേക്കുള്ള തിരിച്ചുപോകാകുമോ എന്നാണ് കാണേണ്ടത്. കാവേരി നദീജല തർക്കത്തിൽ തമിഴ്നാട് സർക്കാരിനെതിരായ തഞ്ചാവൂരിൽ സംഘടിപ്പിച്ച പ്രതിഷേധത്തിലായിരുന്നു ഉദയനിധി സ്റ്റാലിന്റെ അധിക്ഷേപ പരാമർശമുണ്ടായത്. തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യമായ കാവേരി നദിയിലെ വെള്ളത്തിനായി ഇടപെടുന്നതിന് പകരം മറ്റു ചില കാര്യങ്ങളിലാണ് ശ്രദ്ധയെന്നായിരുന്നു പരാമർശം. പിന്നാലെ വേദിക്ക് താഴെയുണ്ടായിരുന്ന DMK പ്രവർത്തകർ തൃഷയുടെ പേര് വിളിച്ചു പറഞ്ഞതിന് ചെറുചിരിയായിരുന്നു ഉദയനിധിയുടെ മറുപടി. പിന്നാലെ ദ്വയാർത്ഥ പ്രയോഗം നടത്തി. തുടർന്ന് താൻ കാവേരി നദിയെക്കുറിച്ചാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞ് ഉദയനിധി ഒഴിഞ്ഞുമാറി. ആ വിവാദ പരാമർശം ഒന്ന് കേൾക്കാം. ஆனா இதை பத்தி இருக்கக்கூடிய முதலமைச்சர் வாயை திறந்து பேசுறாரா? பேச மாட்டேங்கிறார். அவருக்கு இருக்கக்கூடிய ஒரே கவலை என்ன? திமுக மேல என்ன பொய் வழக்கு போடலாம், என்ன பொய் கேஸ் போடலாம். எங்க தண்ணி வருதோ இல்ல அங்க தண்ணி வரணும். காவிரி சொன்ன ഒരു പൊതുപ്രവർത്തകനും ഒരാളും പറഞ്ഞുകൂടാത്ത
മോശമായ വാക്കുകളാണ് ഒരു പൊതുവിടത്തിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരിക്കുന്ന ഉദയനിധി സ്റ്റാലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്തിയെന്ന പരാതിയിൽ പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെതിരെ വിവിധ വകുപ്പുകൾ ചുമത്തി തഞ്ചാവൂർ ഈസ്റ്റ് പോലീസ് കേസെടുക്കുകയായിരുന്നു. ഇതിനു പിന്നാലെ അറസ്റ്റ് ചെയ്യാനായി നീലാങ്കരയിലെ ഉദയനിധിയുടെ വീട്ടിൽ രാവിലെ തന്നെ പോലീസ് എത്തി. ചെന്നൈ നീലാങ്കരയിലെ വസതിയിൽ വെച്ച് തഞ്ചാവൂർ ഈസ്റ്റ് പോലീസ് ഉദയനിധിയെ കസ്റ്റഡിയിലെടുത്തു. PVK നൽകിയ ഔദ്യോഗിക പരാതിയുടെയും ദേശീയ വനിതാ കമ്മീഷൻ നൽകിയ കത്തിന്റെയും അടിസ്ഥാനത്തിലായിരുന്നു നടപടി. ഉദയനിധി സ്റ്റാലിനെ അറസ്റ്റ് ചെയ്തതോടെ സ്ഥലത്ത് സംഘർഷാവസ്ഥയുണ്ടായി. DMK പ്രവർത്തകരും പോലീസുമായി ഏറെ നേരം ഉന്തും തള്ളും ഒക്കെ ഉണ്ടായി. വലിയ സംഘർഷ സാഹചര്യങ്ങളിലേക്കൊക്കെ അത് നീങ്ങുമോ എന്ന് സംശയിക്കുന്ന സമയമാണ് കടന്നുപോയത്. എന്തായാലും അറസ്റ്റ് തടയാൻ മദ്രാസ് ഹൈക്കോടതിയിൽ DMK അടിയന്തര ഹർജി ഫയൽ ചെയ്തിരുന്നു. അതൊരു ബുദ്ധിപൂർവമായിട്ടുള്ള നീക്കമായിരുന്നു, അല്ലെങ്കിൽ അറസ്റ്റ് ഭയന്നുള്ള നീക്കമായിരുന്നു. തുടർന്ന് ഉച്ചവരെ ഉദയനിധിയെ അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഇതിനു മുൻപ് തന്നെ പ്രതിപക്ഷ നേതാവിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഏത് പ്രത്യാഘാതവും നേരിടാൻ തയ്യാറാണെന്ന് പോലീസ് വാഹനത്തിലിരിക്കെ ഉദയനിധി സ്റ്റാലിൻ ന്യൂസ് 18നോട് പറഞ്ഞു. എല്ലാ പ്രത്യാഘാതവും നേരിടാൻ താൻ തയ്യാറെന്നാണ് ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞത്. ഇത്രയും വിവാദവും അറസ്റ്റിലേക്കും കസ്റ്റഡിയിലേക്കും ഒക്കെ കാര്യങ്ങൾ എത്തിയിട്ടും അതിൽ ക്ഷമാപണമോ അല്ലെങ്കിൽ ആ പരാമർശം പിൻവലിക്കാനോ ഉദയനിധി സ്റ്റാലിൻ തയ്യാറായിട്ടില്ല. പിന്നീട് ഈ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം എവിടേക്കെന്നത് ഒരു വ്യക്തതയുമില്ലാതെ തുടർന്നു. വലിയ അഭ്യൂഹങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി. അറസ്റ്റ് രേഖപ്പെടുത്തിയില്ല എന്നൊക്കെ വാർത്തകൾ പരന്നു. തഞ്ചാവൂരിലേക്ക് എന്നാണ് ഒടുവിൽ ഇതുമായി ബന്ധപ്പെട്ട് വിവരം ലഭിച്ചത്. വിഷയം പിന്നീട് കോടതിയിലെത്തി. അപ്പോഴാണ് കാര്യങ്ങളിലൊരു വ്യക്തത വന്നത്. ഉദയനിധി സ്റ്റാലിനെ ചോദ്യം ചെയ്ത ശേഷം സ്വന്തം ജാമ്യത്തിൽ വിട്ടയക്കണമെന്ന് മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടു. ഉദയനിധിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തതിനെ ചോദ്യം ചെയ്തുകൊണ്ട് DMK നൽകിയ ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസ് GK ഇളന്തിരയ്യൻ ചോദ്യം ചെയ്ത ശേഷം ഉദയനിധിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാൻ ഉത്തരവിട്ടത്. സ്വന്തം ജാമ്യത്തിൽ ഉദയനിധിയെ വിട്ടയക്കാനാണ് കോടതി പറഞ്ഞത്. അന്വേഷണവുമായി സഹകരിക്കാനും ആവശ്യമുള്ളപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാനും കോടതി ഉദയനിധിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. തൃഷയുടെയോ വിജയയുടെയോ പേര് പ്രസംഗത്തിൽ ഉപയോഗിച്ചിട്ടില്ല എന്നും സ്ത്രീയുടെ അന്തസ് ഹനിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടില്ല എന്നുമാണ് ഉദയനിധിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത്. അതേസമയം ഉദയനിധിയെ ചോദ്യം ചെയ്ത് വിട്ടയക്കുമെന്നും കസ്റ്റഡിയിൽ ആവശ്യപ്പെടില്ലെന്നും സർക്കാർ അഡ്വക്കേറ്റ് ജനറൽ വിജയ് നാരായണനും വ്യക്തമാക്കി. ഇതിന് പിന്നാലെയാണ് ചോദ്യം ചെയ്യലിന് ശേഷം ഉദയനിധി സ്റ്റാലിനെ ഇന്ന് തന്നെ വിട്ടയക്കണമെന്ന് മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടത്. തമിഴ്നാട് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിന്റെ അറസ്റ്റിനെ അപലപിച്ച് DMK രംഗത്തു വന്നു. അറസ്റ്റിനെ വിജയ് സർക്കാരിന്റെ രാഷ്ട്രീയ പകപോക്കലെന്നാണ് DMK വിശേഷിപ്പിച്ചത്. പാർലമെന്റിലും DMK പ്രതിഷേധിച്ചു. തമിഴ്നാട് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ തുടർ പ്രതിഷേധ നടപടികളെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നതിനായി DMK ആസ്ഥാനത്ത് നേതാക്കൾ യോഗം ചേർന്നു. നാളെ തമിഴ്നാട് നിയമസഭയിൽ ബജറ്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുൻപാണ് ഉദയനിധി അറസ്റ്റിലായത്. ബജറ്റ് പോലും പാസാക്കാത്ത മുഖ്യമന്ത്രിയുടെ നടപടിക്കെതിരെയൊക്കെ വലിയ വിമർശനം തമിഴ്നാട്ടിൽ ഉയരുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ ബജറ്റ് എത്രയോ മുന്നേ അവതരിപ്പിച്ചു. പക്ഷേ അവിടെ ആദ്യം തന്നെ മുഖ്യമന്ത്രി ചുമതലയേറ്റതാണ്. പക്ഷേ ഇത്രയും ദിവസമായിട്ടും ബജറ്റ് നടപടികൾ ഉണ്ടായിട്ടില്ല. ഇതൊക്കെ വലിയ വിമർശനത്തിനിടയാക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ അതൊക്കെ വലിയ ചർച്ചയായി നിൽക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ബജറ്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് അറസ്റ്റും ഇത്തരം നാടകീയ സംഭവങ്ങളും തമിഴ്നാട്ടിൽ അരങ്ങേറുന്നത്. ഇതൊക്കെ കഴിവുകേടുകൾ മറച്ചുവെക്കുന്നതിനുള്ള നീക്കം എന്നതാണ് DMK ആരോപിക്കുന്നത്. പക്ഷേ നോക്കൂ, ഇത് തുടങ്ങിയത്
ഉദയനിധിയുടെ പരാമർശത്തിൽ നിന്നാണ്. ഉദയനിധിയാണ് മോശം പരാമർശം നടത്തിയത്. ഒരു പൊതുപ്രവർത്തകനും നടത്തിക്കൂടാത്ത കാര്യമാണ്, അല്ലെങ്കിൽ പറഞ്ഞുകൂടാത്ത കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം ആണ് ഈ കസ്റ്റഡിയും മറ്റ് നാടകീയ സംഭവങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് TVKയുടെ ഈ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള അടവാണ് എന്ന് DMK ആരോപിക്കുന്നതിൽ എന്തർത്ഥമുണ്ട് എന്നറിയില്ല. കാരണം ഇതൊക്കെ തുടങ്ങി വെച്ചത് അവരാണ്. പക്ഷേ TVKയെ സംബന്ധിച്ചുണ്ടായിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ കസ്റ്റഡിയിൽ എടുക്കുന്നതിലേക്കും അറസ്റ്റിലേക്കുമൊക്കെ ധൃതി പിടിച്ച് നീങ്ങിയത് DMKയ്ക്ക് വലിയ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന തരത്തിലായി. അവർക്ക് ഈ വിഷയം ഏറ്റെടുക്കാനും ഈ കിരാതമായ നടപടിയായി ഇതിനെ ചിത്രീകരിക്കാനും രാഷ്ട്രീയ പകപോക്കലായി ചിത്രീകരിക്കാനും ഒക്കെയുള്ള ഒരു അവസരമാണ് ഇതിപ്പോൾ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. ധൃതി പിടിച്ച് അറസ്റ്റിലേക്ക് പോയതാണ് DMKയ്ക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് DMKയ്ക്ക് ഒരു പിടിവള്ളിയായിട്ടുണ്ട്. DMK അത് പല വിധത്തിൽ ഉപയോഗപ്പെടുത്തുന്നുമുണ്ട്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിൽ തുടർ ഭരണം ലക്ഷ്യമിട്ടുകൊണ്ടാണ് DMK മത്സരിക്കാൻ ഇറങ്ങിയത്. അവിടെ TVK അപ്രതീക്ഷിതമായ അട്ടിമറി വിജയം നേടുകയായിരുന്നു. ഭരണത്തിലേക്കും എത്തി. സ്റ്റാലിൻ ഉൾപ്പെടെ തോൽക്കുന്ന ഒരു സാഹചര്യം വന്നു. അതിൽ രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയായിരുന്നു DMKയ്ക്ക്. അവിടെ നിന്ന് ഇപ്പോൾ ഉദയനിധി സ്റ്റാലിന്റെ അറസ്റ്റോടുകൂടി DMKയ്ക്ക് ഇനി സഭാ സമ്മേളനത്തിൽ ഉൾപ്പെടെ ഈ വിഷയം ചൂണ്ടിക്കാട്ടാനും ഉയർത്താനും ഒക്കെയുള്ള വലിയൊരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മാത്രവുമല്ല, വിജയുടെ നേതൃത്വത്തിൽ TVK അധികാരത്തിൽ വന്നതിന് ശേഷം അറസ്റ്റിലാകുന്ന മൂന്നാമത്തെ DMK MLA കൂടിയാണ് ഉദയനിധി സ്റ്റാലിൻ. വലാത്തിക്കുളം MLA GV മാർക്കണ്ഡേയൻ, തിരുച്ചെന്തൂർ MLA അനിത രാധാകൃഷ്ണൻ എന്നിവരാണ് ഉദയനിധിക്ക് മുൻപ് അറസ്റ്റിലായ DMK MLA മാർ. ആ നിലയിലൊക്കെ രാഷ്ട്രീയ പകപോക്കൽ നടക്കുന്നു എന്ന ആരോപണം ശക്തമാക്കാൻ DMKയ്ക്ക് എന്തായാലും ഇത് ഒരു അവസരമായി മാറും. ഉദയനിധി പറഞ്ഞത് ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. കരുണാനിധിയുടെ അർദ്ധരാത്രി അറസ്റ്റ് മുതൽ ജയലളിതയെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയ പോരാട്ടങ്ങൾ വരെ തമിഴ്നാട് നിരവധി ചരിത്രപരമായ നാടകീയ മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിജയിയും ഉദയനിധിയും രാഷ്ട്രീയ വേദിയിൽ നേർക്കുനേരെത്തുന്ന സാഹചര്യത്തിൽ പഴയ കാലത്തെ അതേ രാഷ്ട്രീയ ചൂടും പോരാട്ടത്തിന്റെ തീവ്രതയും വീണ്ടും മടങ്ങിയെത്തുന്നതായാണ് പലരും വിലയിരുത്തുന്നത്. ഇത് വെറും രണ്ട് നേതാക്കൾ തമ്മിലുള്ള മത്സരം മാത്രമല്ല, തമിഴ്നാടിന്റെ രാഷ്ട്രീയ ഭാവി ഏത് ദിശയിലേക്ക് നീങ്ങും എന്നത് തീരുമാനിക്കുന്ന നിർണായക ഘട്ടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇനി തമിഴ്നാട്ടിലെ ഓരോ നീക്കവും ദേശീയ ശ്രദ്ധയുൾപ്പെടെ നേടുന്ന വലിയ രാഷ്ട്രീയ സംഭവമായി മാറും എന്നതാണ് ഇന്നത്തെ സംഭവ വികാസങ്ങൾ നൽകുന്ന സൂചന. ഇടവേളയ്ക്ക് ശേഷം മറ്റു ഫോക്കസ് വാർത്തകളിലേക്ക് തിരിച്ചെത്താം. ഇറാൻ ഒരു കരാറിന് തയ്യാറാകുമോ, അതോ കീഴടങ്ങലിനാണോ നീക്കം? അമേരിക്ക വലിയ ഭീഷണി ഉയർത്തിയിരിക്കുകയാണ്. എന്താകും സംഭവിക്കുക എന്നത് എല്ലാവരും ഉറ്റുനോക്കുന്നു. ഇറാനുമായി നിലവിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന അവകാശവാദമാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകുന്നത്. ഒരു പുതിയ കരാറിൽ ഒപ്പുവയ്ക്കാനുള്ള ഇറാന്റെ അവസാനത്തെ അവസരമാണ് ഇത് എന്നാണ് ട്രംപ് നൽകുന്ന മുന്നറിയിപ്പ്. US-മായി നേരിട്ടുള്ള യാതൊരു ചർച്ചകളും നടക്കുന്നില്ലെന്ന ഇറാന്റെ ആവർത്തിച്ചുള്ള നിഷേധങ്ങൾക്കിടയിലാണ് ട്രംപിന്റെ പ്രസ്താവന. അമേരിക്ക ഇറാൻ സംഘർഷത്തിന് പരിഹാരം കാണാൻ നയതന്ത്ര ശ്രമങ്ങൾ സജീവമായി തുടരുകയാണെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയവും അറിയിക്കുന്നുണ്ട്. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ചർച്ചകൾക്ക് വഴിയൊരുക്കാനും നിർദ്ദേശങ്ങൾ കൈമാറാനും എല്ലാ മധ്യസ്ഥ രാജ്യങ്ങളും അടുത്ത് സഹകരണത്തോടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നും മന്ത്രാലയം വ്യക്തമാക്കുന്നു. അപ്പോൾ ചർച്ചയിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നതെന്നതാണ് നമ്മൾ നോക്കുന്നത്. ഇറാന്റെ അഭ്യർത്ഥന പ്രകാരമാണ് ചർച്ചകൾ നടക്കുന്നതെന്നും സൗദി അറേബ്യ, UAE, ഖത്തർ എന്നീ രാജ്യങ്ങളുടെ പിന്തുണ ഈ ചർച്ചകൾക്കുണ്ട് എന്നുമാണ് ട്രംപ് അവകാശപ്പെടുന്നത്. സൈനിക നടപടി എന്ന അന്തിമ തീരുമാനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇറാൻ ഒരവസരം കൂടി നൽകാൻ താൻ ആഗ്രഹിക്കുന്നു എന്നതാണ് ട്രംപ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇറാനെതിരെയുള്ള സൈനിക പദ്ധതികൾ എപ്പോഴും നിലവിലുണ്ട് എന്നും ട്രംപ് പറയുന്നുണ്ട്. സൈനിക നടപടി ഒഴിവാക്കാൻ ഒരു കരാറിലെത്താൻ ഇറാൻ തന്നെയാണ് അമേരിക്കയെ സമീപിച്ചിരിക്കുന്നത് എന്നതാണ് ട്രംപ് പറയുന്നത്. ചർച്ചകൾ വേഗത്തിൽ പുരോഗമിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇറാൻ ഒന്നുകിൽ പുതിയൊരു ആണവ കരാറിൽ ഒപ്പുവെക്കാൻ തയ്യാറാകണമെന്നും അല്ലാത്ത പക്ഷം പൂർണ്ണമായും കീഴടങ്ങേണ്ടി വരുമെന്നുമാണ് ട്രംപ് പറയുന്നത്. US-ന്റെ കടുത്ത നാവിക ഉപരോധത്തെ തുടർന്ന് ഇറാനിലേക്ക് ഒരു സാധനവും ഇപ്പോൾ എത്തുന്നില്ല എന്ന് ട്രംപ് പറയുന്നുണ്ട്.
നിലവിലെ സാഹചര്യത്തിൽ മറ്റു വഴികളൊന്നും ഇറാന് മുന്നിലില്ല എന്നതാണ് ട്രംപ് പറയുന്നത്. ഇറാൻ ഭരണകൂടം വിശ്വസിക്കാൻ കൊള്ളാത്തവരാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇറാൻ പുറമേക്ക് ചർച്ചയില്ല എന്ന് പറയുകയും വളരെ രഹസ്യമായി ചർച്ചകൾക്ക് വേണ്ടി തന്നെ സമീപിക്കുകയുമാണ്, തന്നെ നിർബന്ധിക്കുകയുമാണ് ചെയ്യുന്നത് എന്നതാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ഇത് ഒരു കരാറിലേക്ക് എത്തിക്കുക എന്നതാണ് ഇറാന് ഏറ്റവും മാന്യമായി ചെയ്യാൻ കഴിയുന്നത് എന്നതാണ് ട്രംപ് സൂചിപ്പിക്കുന്നത്. നേരത്തെ തന്നെ വൻ ആക്രമണ പദ്ധതികളാണ് ഇറാനെതിരെ തയ്യാറാക്കിയിരുന്നത് എന്നത് ട്രംപ് സൂചിപ്പിച്ചു. പക്ഷേ തന്നെ സഖ്യകക്ഷികൾ ഉൾപ്പെടെ നിർബന്ധിച്ചതിനാലാണ് അത് ഇപ്പോൾ ഹോൾഡ് ചെയ്തിരിക്കുന്നത് എന്നതാണ് കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞത്. ഇന്നും ആ സമാനമായ സാഹചര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇറാനെ സമ്മർദ്ദത്തിലാക്കാനാണ് ട്രംപ് ശ്രമിച്ചിരിക്കുന്നത്. അതായത് ഒരു കരാറിലേക്ക് എത്തൂ, അല്ലെങ്കിൽ കീഴടങ്ങേണ്ടി വരും, ആക്രമണത്തിലൂടെ കീഴടക്കും എന്നതാണ് ട്രംപ് നൽകുന്ന മുന്നറിയിപ്പ്. അതേസമയം ഇറാൻ ഇതിന് മറുപടി നൽകുന്നത് യുഎസുമായുള്ള എല്ലാത്തരം ചർച്ചകളും നിഷേധിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു തരത്തിലും ചർച്ചകൾ നടക്കുന്നില്ല എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായി ഈ കാര്യങ്ങളൊക്കെ നിഷേധിക്കുന്നു. വരും ദിവസങ്ങളിൽ യുഎസുമായി യാതൊരു കൂടിക്കാഴ്ചയും പദ്ധതിയിട്ടിട്ടില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. നിലവിൽ ഒമാനുമായി മാത്രമാണ് ചർച്ചകൾ നടക്കുന്നതെന്നും അത് ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് എന്നുമാണ് ഇറാൻ അറിയിക്കുന്നത്. അമേരിക്ക ഇറാൻ നിലവിലെ ചർച്ചകൾ, അതിന്റെ സ്ഥിതി എന്താണ് എന്ന് നോക്കിയാൽ, അമേരിക്ക ഇറാൻ സംഘർഷത്തിന് പരിഹാരം കാണാൻ നയതന്ത്ര ശ്രമങ്ങൾ സജീവമായി തുടരുന്നത് മറ്റ് രാഷ്ട്രങ്ങളാണ്. ഖത്തർ വിദേശകാര്യ മന്ത്രാലയം തന്നെ ഈ ശ്രമം സജീവമായി തുടരുന്നു എന്ന് അവകാശപ്പെടുന്നുണ്ട്. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ചർച്ചയ്ക്ക് വഴിയൊരുക്കാനും നിർദ്ദേശങ്ങൾ കൈമാറാനും എല്ലാ മധ്യസ്ഥ രാഷ്ട്രങ്ങളും അടുത്ത സഹകരണത്തോടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് ഖത്തർ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള മുടങ്ങിയ ചർച്ചകൾ പുനരാരംഭിക്കാൻ പാകിസ്ഥാൻ പുതിയ നയതന്ത്ര നീക്കവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അത് ഉന്നത ഇറാൻ പ്രതിനിധികളെ ഇസ്ലാമാബാദിലേക്ക് അതിനായി ക്ഷണിച്ചു എന്നതാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദർ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയുമായി ഫോണിൽ സംസാരിച്ച് ഇസ്ലാമാബാദ് സന്ദർശിക്കാൻ ക്ഷണിച്ചു എന്നതാണ് വിവരം. എന്നാൽ പാകിസ്ഥാൻ ദേശീയ അസംബ്ലി സ്പീക്കർ അയാസ് സാദിഖ് ഇറാന്റെ പ്രധാന ചർച്ചാ പ്രതിനിധി മുഹമ്മദ് ബാഖർ ഖാലിബാഫിനെയും ഈ ആഴ്ച പാകിസ്ഥാനിലേക്ക് ക്ഷണിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുന്ന രാഷ്ട്രങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും ചർച്ചയ്ക്കുള്ള സാധ്യതകൾ ഒരുക്കുന്നത്. എന്നാൽ ഇറാൻ ഇതുവരെ ഈ പാകിസ്ഥാന്റെ ക്ഷണത്തോടൊന്നും ഔദ്യോഗികമായി യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല. ഇറാൻ നേരിട്ട് അമേരിക്കയുമായി ചർച്ചകൾ നടത്തുന്നില്ല എന്നത് ആവർത്തിക്കുന്നുണ്ട്. എന്നാൽ പാകിസ്ഥാനും ഖത്തറും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വീണ്ടും ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള തീയതിയും വേദിയും കണ്ടെത്താനുള്ള മധ്യസ്ഥ ശ്രമങ്ങൾ തുടരുന്നു എന്നതാണ് വിവരം. മുമ്പും ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിലെ സംഘർഷം കുറയ്ക്കുന്നതിൽ പാകിസ്ഥാൻ നിർണായക പങ്ക് വഹിച്ചിരുന്നു. ഖത്തറും ഒമാനും ഒക്കെ ആ നിലയിൽ ഇടപെട്ടിരുന്നു. ആ നിലയിൽ തന്നെയുള്ള ഒരു ചർച്ചയുടെ സാധ്യത തേടലാണ് ഇപ്പോഴും നടക്കുന്നത്. ട്രംപ് സൂചിപ്പിച്ചിട്ടുള്ള 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ഹോർമുസ് കടലിടുക്ക് ഉടൻ തുറക്കണമെന്നതാണ്. ഇറാന്റെ ആണവ ഭീഷണി അവസാനിപ്പിക്കണമെന്നതാണ് മറ്റൊന്ന്. മേഖലയിലെ സംഘർഷം കുറയ്ക്കണം എന്നതാണ് 3 നിർദ്ദേശങ്ങൾ ഇപ്പോൾ ട്രംപ് വെച്ചിരിക്കുന്നത്. ഇറാൻ ഒരിക്കലും ഒരു ആണവ രാഷ്ട്രമാകില്ല എന്ന് ട്രംപ് ആവർത്തിക്കുന്നുണ്ട്. മാത്രവുമല്ല, അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഹോർമുസിന്റെ പൂർണ്ണ നിയന്ത്രണം അമേരിക്കയുടെ കയ്യിലാണ് എന്നതുമാണ് അവകാശവാദം. അതുകൊണ്ട് തന്നെ ഇറാന്റെ മുന്നിൽ മറ്റൊരു വഴിയുമില്ല എന്നതാണ് ട്രംപ് സൂചിപ്പിക്കുന്നത്. അമേരിക്കയോ ഇസ്രയേലോ പുതിയ ആക്രമണം നടത്തിയാൽ ശക്തമായി തിരിച്ചടിക്കും എന്നതാണ് പക്ഷേ ഇറാൻ നൽകുന്ന മുന്നറിയിപ്പ്. ഇറാന്റെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ സൗദി അറേബ്യ, UAE, ഖത്തർ, ഇസ്രയേൽ എന്നിവിടങ്ങളിലെ ഊർജ്ജ കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുമെന്നും ഇറാനുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സൈന്യം അതീവ ജാഗ്രതയിലാണെന്നും ഏത് സാഹചര്യത്തെ നേരിടാൻ തയ്യാറാണ് എന്നുമാണ് ഇറാൻ നൽകുന്ന സന്ദേശം. ഞങ്ങൾ ഒരു ചർച്ചയ്ക്ക് മുൻകൈ എടുക്കുന്നില്ല, ഒരു ചർച്ചയും നടത്തുന്നില്ല എന്നും ഇറാൻ പ്രതിനിധികൾ ആവർത്തിക്കുന്നുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ കപ്പലിന് നേരെ ആക്രമണമുണ്ടായി എന്ന ഒരു വാർത്ത കൂടി ഏറ്റവും ഒടുവിൽ വരുന്നുണ്ട്. ഒമാന് സമീപമുള്ള ഹോർമുസ് കടലിടുക്കിൽ ഒരു കപ്പലിന് നേരെ ആക്രമണമുണ്ടായതായി ബ്രിട്ടീഷ് സമുദ്ര സുരക്ഷാ സ്ഥാപനമായ വാൻഗാർഡാണ് അറിയിച്ചിരിക്കുന്നത്. സംഭവത്തിൽ ഒരു ജീവനക്കാരനെ കാണാതായതായും റിപ്പോർട്ടുണ്ട്. പക്ഷേ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. അങ്ങനെ ഹോർമുസിൽ ആക്രമണങ്ങൾ നടക്കുകയാണ് എങ്കിൽ ചർച്ചകൾ എന്താകും, ചർച്ചകളുടെ ഭാവി എന്താകും എന്നതൊരു ചോദ്യമായി നിൽക്കുകയാണ്. ഒരു ഭാഗത്ത് വലിയ സമ്മർദ്ദം ട്രംപിന്റെ ഭാഗത്തുനിന്നുണ്ട്, അതേപോലെ തന്നെ ഭീഷണിയുടെ സ്വരവും ട്രംപ് ഉയർത്തുന്നുണ്ട്. ഇറാൻ ആ വെല്ലുവിളിക്കൊന്നും
മുഖം കൊടുക്കുന്നില്ല, അതിനൊന്നും വഴങ്ങുന്നില്ല എന്നൊരു സന്ദേശമാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മധ്യസ്ഥ രാഷ്ട്രങ്ങൾ നടത്തുന്ന ഇടപെടലിൽ മാത്രമാണ് ചെറിയൊരു പ്രതീക്ഷയുള്ളത്. ആ ചർച്ചകൾ നടക്കുന്നു എന്നത് മാത്രമാണ് ഇപ്പോഴത്തെ ആശ്വാസം. ഏതായാലും പശ്ചിമേഷ്യയിലെ സ്ഥിതി കലങ്ങിത്തെളിയാത്ത നിലയിൽ തന്നെ തുടരുകയാണ്. താൽക്കാലികമായി ഈ ആക്രമണം നിർത്തിവെച്ചിരിക്കുന്നു എന്നത് മാത്രമാണ് ആശ്വാസമായിട്ടുള്ളത്. വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം നാഥുല ചുരം വഴിയും ഷിപ്കില പാതയിലൂടെയും വ്യാപാരം പുനരാരംഭിച്ചിരിക്കുകയാണ് ഇന്ത്യയും ചൈനയും. കോവിഡും അതിർത്തി സംഘർഷങ്ങളും മൂലമാണ് ഇരു പാതകളിലൂടെയുമുള്ള വ്യാപാരം നിർത്തിവെച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം മെച്ചപ്പെടുത്താൻ പുതിയ തീരുമാനം സഹായിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ സാമ്പത്തികം മാത്രമല്ല, നയതന്ത്രപരമായും ഏറെ പ്രാധാന്യമുള്ളതാണ് ഈ നീക്കം. ഈ പാതകൾ തുറന്നതിലൂടെ സിക്കിമിനും ഹിമാചലിനും എന്താണ് നേട്ടം? ഇന്ത്യ ചൈന നയതന്ത്ര ബന്ധത്തിൽ എന്താകും ഇതിന്റെ ഇംപാക്ട് എന്നതാണ് നമ്മളിനി പരിശോധിക്കാൻ പോകുന്നത്. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ വ്യാപാര ബന്ധം സാധ്യമാക്കുന്ന 2 സുപ്രധാന അതിർത്തി വ്യാപാര പാതകൾ വീണ്ടും തുറന്നത്. സിക്കിമിലെ നാഥുല പാസും ഹിമാചൽ പ്രദേശിലെ ഷിപ്കില പാസും വഴിയുള്ള വ്യാപാരമാണ് പുനരാരംഭിച്ചത്. 2020 കോവിഡ് മഹാമാരിക്കും ഗാൽവാൻ താഴ്വരയിലെ ഇന്ത്യ ചൈന സൈനിക സംഘർഷങ്ങൾക്കും പിന്നാലെയാണ് ഈ പാതകൾ അടച്ചത്. നാഥുലായിൽ ഇന്തോ തിബറ്റൻ ബോർഡർ പോലീസ് കൂടുതൽ സേനയെ വിന്യസിച്ചിട്ടുണ്ട്. ആദ്യമായി ഒരു മുഴുവൻ വനിതാ ITBP പ്ലാറ്റൂണിനെയും ഇവിടെ നിയോഗിച്ചിട്ടുണ്ട്. വ്യാപാരികൾക്ക് പാലിക്കേണ്ട നടപടിക്രമങ്ങളും രേഖകളും ചരക്കുകളുടെ പരിശോധനയും ഉൾപ്പെടെ കർശനമായ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറുകളോടെയാണ് നടപടികൾ തുടങ്ങിയത്. എന്താണ് നാഥുല പാസിന്റെ പ്രത്യേകതയെന്ന് നോക്കിയാൽ, സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 14,000 അടി ഉയരത്തിലുള്ള നാഥുല പാസ് പുരാതന സിൽക്ക് റൂട്ടിന്റെ ഭാഗമാണ്. ഇന്ത്യ, തിബറ്റ്, ചൈന എന്നിവയെ ബന്ധിപ്പിച്ചിരുന്ന ഈ വ്യാപാരപാത 1962 ഇന്ത്യ ചൈന യുദ്ധത്തിനു ശേഷം അടച്ചുപൂട്ടിയിരുന്നു. 44 വർഷത്തിന് ശേഷം 2006 ഇത് വീണ്ടും തുറന്നത്. അന്ന് അത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്ന നടപടിയായാണ് കണക്കാക്കപ്പെട്ടത്. എന്നാൽ ഗാൽവാൻ സംഘർഷമുണ്ടായതോടെ വീണ്ടും വ്യാപാരം നിർത്തിവെച്ചു. ഇപ്പോൾ നാഥുല പാസ് വീണ്ടും പ്രവർത്തനക്ഷമമായിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ 38 രജിസ്റ്റർ ചെയ്ത വ്യാപാരികൾക്ക് അനുമതി നൽകിയിട്ടുണ്ട്. ഷിപ്കിലയിലും വ്യാപാരം പുനരാരംഭിച്ചു. ഇതേ ദിവസം തന്നെ ഹിമാചൽ പ്രദേശിലെ ഷിപ്കില പാസിലും വ്യാപാരം തുടങ്ങുകയായിരുന്നു. 16 വ്യാപാരികൾ കുതിരകളിൽ സാധനങ്ങളുമായി തിബറ്റിലെ ഷിപ്കെ ഗ്രാമത്തിലേക്ക് യാത്ര തിരിച്ചു. ഇവിടെ പ്രധാനമായും ബാർട്ടർ സമ്പ്രദായമാണുള്ളത്, പണത്തിന് പകരം സാധനങ്ങൾ കൈമാറുന്ന രീതി. ഇന്ത്യൻ വ്യാപാരികൾ 72 മണിക്കൂറിനുള്ളിൽ തിബറ്റിൽ നിന്ന് തിരികെ എത്തണം എന്ന നിബന്ധനയോടുകൂടിയാണ് ഇപ്പോൾ വ്യാപാരം പുനരാരംഭിച്ചിരിക്കുന്നത്. വലിയ വ്യവസായ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയൊന്നുമല്ല ഇവിടെ നടക്കുന്നത്. കൈത്തറി ഉൽപ്പന്നങ്ങൾ, കമ്പിളി, കാർഷിക ഉപകരണങ്ങൾ, മസാലകൾ, ഉണക്ക പച്ചക്കറികൾ, റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, പാത്രങ്ങൾ, മതപരമായ ഉപയോഗത്തിനുള്ള വസ്തുക്കൾ എന്നിവയാണ് ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്നത്. തിബറ്റിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ അനുവദിച്ചിരിക്കുന്നത് റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, ചെരുപ്പുകൾ, യാക്കിന്റെ രോമവും മറ്റുൽപ്പന്നങ്ങളും, വെണ്ണ, ബോറോക്സ്, ആടുകൾ, കമ്പിളി പുതപ്പുകൾ തുടങ്ങിയവയാണ്. ഇന്ത്യയുടെയും ചൈനയുടെയും മൊത്തം വ്യാപാരവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ ചെറിയ തോതിലുള്ള വ്യാപാരമാണ് ഈ മേഖലയിൽ നടക്കുന്നത്. എന്നാൽ അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ ഉപജീവനത്തിന് ഇത് വലിയ പ്രാധാന്യമുണ്ട്. സിക്കിമിനും ഹിമാചലിനും എന്താണ് നേട്ടമെന്ന് നോക്കിയാൽ, നാഥുല തുറന്നതോടെ സിക്കിമിലെ വ്യാപാരികൾക്കും ട്രാൻസ്പോർട്ട് മേഖലയ്ക്കും അതിർത്തി മേഖലയിലെ ചെറുകിട സംരംഭകർക്കും വീണ്ടും തൊഴിലവസരങ്ങൾ ലഭിക്കുമെന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ വർഷം 38 പേർക്ക് മാത്രമാണ് അനുമതി ലഭിച്ചിട്ടുള്ളതെങ്കിലും വ്യാപാര സീസണിൽ ഏകദേശം 400 പേർക്ക് വരെ ലൈസൻസ് നൽകാനാകുമെന്നതാണ് സർക്കാർ പറയുന്നത്. ഇതിലാണ് ജനങ്ങളുടെ പ്രതീക്ഷ. മെയ് മുതൽ നവംബർ വരെയാണ് വ്യാപാര സീസൺ. തിങ്കൾ മുതൽ വ്യാഴം വരെ മാത്രമാണ് വ്യാപാരം അനുവദിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഹിമാചൽ പ്രദേശിലെ കിന്നൌർ ജില്ലയിൽ 1.70 കോടി രൂപ ചെലവിൽ പുതിയ ട്രേഡ് മാർട്ട് ആരംഭിച്ചിട്ടുണ്ട്. അതിർത്തി വ്യാപാരത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. വ്യാപാരത്തേക്കാൾ വലിയ സന്ദേശം നൽകുന്നതാണ് ഇപ്പോഴത്തെ ഈ പാതകൾ തുറന്നുകൊണ്ടുള്ള നടപടി. നാഥുല, ലിപുലേഖ്, ഷിപ്കില 3 കവാടങ്ങൾ സിക്കിമിലെ നാഥുല ഇന്ത്യ ചൈന അതിർത്തിയിലെ ഏറ്റവും സജീവമായ വ്യാപാര പാതകളിലൊന്നാണ്. ഉത്തരാഖണ്ഡിലെ ലിപുലേഖ് വ്യാപാരത്തിനൊപ്പം കൈലാസ്, മാനസ സരോവർ തീർത്ഥാടനത്തിനും പ്രധാന കവാടമാണ്. ചരിത്രപരമായി ഏറ്റവും പഴക്കമുള്ള വ്യാപാര പാതകളിലൊന്നായ ഷിപ്കില വീണ്ടും സജീവമാകുന്നതോടെ
ഇന്ത്യ ഹിമാലയൻ അതിർത്തി വ്യാപാര സംവിധാനം ഘട്ടം ഘട്ടമായി പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഇത് നൽകുന്നത്. സാമ്പത്തിക വശത്തേക്കാൾ നയതന്ത്രപരമായി വലിയ പ്രാധാന്യമാണ് ഇപ്പോഴത്തെ ഈ നടപടിക്കുള്ളത്. ഉഭയകക്ഷി ബന്ധം സുസ്ഥിരമാക്കുന്നതിനായി ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന ഉന്നതതല ചർച്ചകളുടെയും നയതന്ത്ര ഇടപെടലുകളുടെയും ഫലമായാണ് പാത വീണ്ടും തുറക്കാൻ തീരുമാനിച്ചത്. പരിമിതമായ തോതിൽ സാമ്പത്തിക സാംസ്കാരിക വിനിമയങ്ങൾ പുനഃസ്ഥാപിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. 2020 ഗാൽവാൻ സംഘർഷത്തിന് ശേഷം ഇന്ത്യ ചൈന ബന്ധം കടുത്ത സമ്മർദ്ദത്തിലായിരുന്നു. അതിർത്തി വ്യാപാരവും കൈലാസ് മാനസ സരോവർ തീർത്ഥയാത്രയും ഒരേ സമയം പുനരാരംഭിച്ചതിലൂടെ ഇരു രാജ്യങ്ങളും ബന്ധം ക്രമേണ സാധാരണ നിലയിലാക്കാൻ ശ്രമിക്കുകയാണെന്ന സന്ദേശമാണ് ലഭിക്കുന്നത്. അതിർത്തി സംബന്ധിച്ച തർക്കങ്ങൾ ഇപ്പോഴും പൂർണ്ണമായും പരിഹരിച്ചിട്ടില്ലെങ്കിലും ജനങ്ങൾ തമ്മിലുള്ള ബന്ധവും അതിർത്തിയിലൂടെയുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങളും പുനഃസ്ഥാപിക്കാൻ ഇരു രാജ്യങ്ങളും തയ്യാറാണെന്ന സൂചനയാണ് ഇത് നൽകുന്നത്. ഇനി എന്ത്? നാഥുല ഷിപ്കില പാതകൾ തുറന്നത് ഇന്ത്യ ചൈന വ്യാപാരത്തിന്റെ വലിയ ചിത്രം മാറ്റിമറിക്കുന്ന സംഭവമല്ല. എന്നാൽ അതിർത്തി മേഖലയിലെ ജനങ്ങളുടെ ജീവിതത്തിനും ഉപജീവനത്തിനും ഇത് വലിയ മാറ്റമാണ് ഉണ്ടാക്കുക. വരുന്ന മാസങ്ങളിൽ കൂടുതൽ വ്യാപാരികൾക്ക് അനുമതി ലഭിക്കുമോ? വ്യാപാരം ചെയ്യാവുന്ന ഉൽപ്പന്നങ്ങളുടെ പട്ടിക വികസിപ്പിക്കുമോ? ഇന്ത്യ ചൈന ബന്ധം കൂടുതൽ മെച്ചപ്പെടുമോ എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഈ തുടക്കത്തിന്റെ അല്ലെങ്കിൽ ഈ നടപടിയുടെ ഭാവി എന്ത് എന്നത് നിശ്ചയിക്കപ്പെടുക. 6 വർഷത്തിന് ശേഷം വീണ്ടും സജീവമായി പുരാതന സിൽക്ക് റൂട്ട് വെറുമൊരു വ്യാപാര പാത മാത്രമല്ല, അതിർത്തിയിലെ ജനങ്ങളുടെ ജീവിതവും ഇന്ത്യ ചൈന ബന്ധത്തിലെ പുതിയ സാധ്യതകളും ഒരുപോലെ പ്രതിഫലിപ്പിക്കുന്ന ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ്. ഇനി നമുക്ക് മറ്റ് ചില വാർത്തകൾ വളരെ വേഗത്തിൽ നോക്കാം. പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാൻ പിണറായി വിജയൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. 2017 ഡിസംബർ 26 പിണറായി പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാൻ തൃശൂരിലാണ് ഉണ്ടായിരുന്നത്. അപ്പോഴാണ് കേന്ദ്ര സംഘം ഓഖിയുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് തിരുവനന്തപുരത്ത് എത്തുന്ന വിവരം ലഭിക്കുന്നത്. അന്ന് അവിടെ എത്താൻ വേണ്ടിയാണ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചതെന്ന് MV ഗോവിന്ദൻ. ഹെലികോപ്റ്റർ യാത്ര നടത്തി മുഖ്യമന്ത്രി ആരെയാണ് കാണാൻ പോയതെന്ന് വ്യക്തമാക്കണമെന്ന് KN ബാലഗോപാൽ. പുറത്തു പറഞ്ഞാൽ അപകടമുണ്ടാകുന്ന നിക്ഷേപകനെയാണോ മുഖ്യമന്ത്രി കാണാൻ പോയതെന്ന ചോദ്യം. ഗൂഢാലോചന നടത്തിയാണോ നിക്ഷേപം കൊണ്ടുവരുന്നതെന്നും ബാലഗോപാൽ ചോദിച്ചു. ലഹരി ഉപയോഗത്തിന് എളുപ്പ വഴിയൊരുക്കുന്ന പ്രീ റോൾ കോണുകൾ പിൻവലിച്ചു ഇൻസ്റ്റമാർട്ട്. കേരളത്തിൽ ഒരിടത്തും വിതരണം ചെയ്യേണ്ടെന്ന നിർദ്ദേശം. ആവശ്യക്കാരിലേറെയും കുട്ടികളാണെന്ന വാർത്ത പുറത്തുവിട്ടത് ന്യൂസ് 18. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 4 CPM പ്രവർത്തകർക്ക് കൂടി ജാമ്യം അനുവദിച്ചു. ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. സർക്കാരിന്റെയും EDയുടെയും എതിർപ്പ് തള്ളി. ഇതോടെ ആകെ 14 പ്രതികൾക്ക് ജാമ്യം ലഭിച്ചു. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയിൽ KA രതീഷിനെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്ന് പരാതിക്കാരനായ കടകംപള്ളി മനോജ്. രതീഷ് തലപ്പത്തിരിക്കുന്ന മറ്റ് സ്ഥാപനങ്ങളിലും അഴിമതിയെന്ന ആരോപണം. റൂട്രോണിക്സിലെ ട്രെയിനിംഗ് പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്നത് സ്വകാര്യ ഏജൻസി. പഠന കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന തുകയുടെ 75% കൊണ്ടുപോകുന്നത് ഈ ഏജൻസി എന്നും മനോജ്. കാസർഗോഡ് KSRTC താൽക്കാലിക കണ്ടക്ടറെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മൂളിയാർ മജക്കാറിലെ യോഗീഷ് M ആണ് മരിച്ചത്. താൽക്കാലിക ജോലി നഷ്ടപ്പെടുമെന്ന ഭീതി മൂലമാണ് യുവാവ് തൂങ്ങി മരിച്ചതെന്ന് ബന്ധുക്കൾ. 18 വർഷമായി KSRTCയിൽ താൽക്കാലിക കണ്ടക്ടറാണ് യോഗീഷ്. നേരം വൈകുന്നേരത്തിന്റെ ഇന്നത്തെ സമയം പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം. TG സജിത്ത് ചേരും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.